ഹായ് എവരി വൺ, വെൽക്കം ടു സ്പീക്ക് ഹിന്ദി യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ക്ലാസ് 3ലാണുള്ളത്. ഇതിൻ്റെ മുന്നേ ഉള്ള 2 ക്ലാസ്സും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുവിധം ഹിന്ദി എങ്ങനെ സംസാരിക്കാം എന്നുള്ളതിൻ്റെ ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് തരാം, എന്തായാലും അതൊന്ന് കണ്ടു നോക്കൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പാസ്റ്റ് ടെൻസ്, ഭൂതകാലം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത് കുറച്ച് വെർബുകൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഒക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ഒരു സംഭവം നടന്നു കഴിഞ്ഞു, അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നു. അത് ഹിന്ദിയിൽ എങ്ങനെ സംസാരിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. സെൻറ്റൻസ് മേക്ക് ചെയ്യുന്നത് ഈസി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർമുല വെച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഒരു വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഫോർമുല നമുക്ക് നോക്കാം. ഒരു ആൺകുട്ടിയെ പറ്റി ഒരു വാക്യം മറ്റൊരാൾ പറയുകയോ ആവുമ്പോഴാണ് ഈ ഫോർമുല ഉപയോഗിക്കുന്നത്. അതായത് ഞാൻ വന്നു, ഞാൻ പോയി, അല്ലെങ്കിൽ അവൻ വന്നു, അവൻ പോയി, ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യേണ്ടത്. ഒരു ആണിനെ പറ്റി പറയുന്നത് കൊണ്ട് പ്രവൃത്തിയുടെ കൂടെ, അതായത് വെർബിൻ്റെ കൂടെ താ ചേർക്കണം. അതിൻ്റെ അവസാനത്തിൽ, അതായത് നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ ഹേ എന്ന് അവസാനിപ്പിച്ചത് ഇവിടെ ധ എന്ന് തന്നെ ചേർത്ത് അവസാനിപ്പിക്കണം. വെർബിൻ്റെ കൂടെ, അതായത് പ്രവൃത്തിയുടെ കൂടെ താ ചേർക്കുകയും പ്ലസ് ധ എന്ന് അവസാനിപ്പിക്കുകയും വേണം. നമ്മളിത് എക്സാമ്പിളോട് കൂടി നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. മേ ഖേൽതാ ഥാ, ഞാൻ കളിക്കാറുണ്ടായിരുന്നു. ഇവിടെ മേ എന്നുള്ളത് സബ്ജക്റ്റാണ്, ഞാൻ അല്ലേ. ഖേൽ എന്നുള്ളത് ഒരു പ്രവൃത്തിയാണ്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു, പ്ലസ് താ ചേർത്ത് കൊടുത്തു. അതുകൊണ്ട് ഇവിടെ ഒരു ആണിനെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് മനസ്സിലാവും. പിന്നെ പ്രസൻറ്റ് ടെൻസിൽ ഹേക്ക് പകരമായി നമ്മൾ ധ എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ ധ എന്ന് വരുന്നുണ്ട്, അതായത് കഴിഞ്ഞ പ്രവൃത്തിയാണ് പറയുന്നത്. നെക്സ്റ്റ് മേ ലാ ഥാ ഥ, അതായത് മേ എന്നുള്ളത് ഞാൻ, ലാ എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. ലാ ഥാ ഥ കൊണ്ടുവരാറുണ്ടായിരുന്നു, ഞാൻ കൊണ്ടുവരാറുണ്ടായിരുന്നു. നെക്സ്റ്റ് സെൻറ്റൻസ് വഹ് ഖേൽതാ ഥ, വഹ് എന്നുള്ളത് അവൻ, ഖേൽ എന്നുള്ളത് കളിയാണ് അല്ലേ. ഇതിൻ്റെ കൂടെ നമ്മൾ പ്ലസ് താ ചേർത്തു, ഒരു ആൺകുട്ടി ആയതുകൊണ്ട് ഖേൽതാ. ഈ സെൻറ്റൻസ് അവസാനിപ്പിക്കുമ്പോൾ ധ കൂടെ ചേർക്കണം. അപ്പോൾ വഹ് ഖേൽതാ ഥ, അവൻ കളിക്കാറുണ്ടായിരുന്നു. നെക്സ്റ്റ് സെൻറ്റൻസ് വഹ് ലാ ഥാ ഥ, അവൻ കൊണ്ടുവരാറുണ്ടായിരുന്നു. ഇനി സെക്കൻഡ് ഫോർമുല നമുക്ക് നോക്കാം. വെർബിൻ്റെ കൂടെ, അതായത് പ്രവൃത്തിയുടെ കൂടെ പ്ലസ് തി ആഡ് ചെയ്യുക, പ്ലസ് ധി അവസാനിപ്പിക്കുക. ഇത് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു വാക്യം പറയുകയാണെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്യാം. ഈ ഫോർമുല സെൻറ്റൻസിൽ യൂസ് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവും. ഫസ്റ്റ് ഫോർമുലയിൽ ഉപയോഗിച്ച വെർബുകൾ തന്നെയാണ് ഈ ഫോർമുലയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സെൻറ്റൻസ് നോക്കാം. മേ ഖേൽതി തി, ഞാൻ കളിക്കാറുണ്ടായിരുന്നു. ഇവിടെ മേ എന്നുള്ളത് സബ്ജക്റ്റ്, ഞാൻ. ഖേൽ എന്നുള്ളത് പ്ലേ ആണ്, കളിയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്തു, തീ ആഡ് ചെയ്തു. അപ്പോൾ ഇതൊരു പെൺകുട്ടിയാണ് പറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഖേൽതി, അതായത് ഖേലിൻ്റെ കൂടെ തീ ആഡ് ചെയ്തിട്ട് ഖേൽതി. ഇനി ഈ സെൻറ്റൻസ് അവസാനിപ്പിക്കുമ്പോൾ തീ ആഡ് ചെയ്യണം. അപ്പോൾ എന്തായി മാറി, മേ ഖേൽതി തി, പാസ്റ്റ് ടെൻസ് ആയി മാറി, ഞാൻ കളിക്കാറുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് മേ ലാത്തി തി, ഞാൻ കൊണ്ടുവരാറുണ്ടായിരുന്നു. ഇതൊരു പെൺകുട്ടി പറയുമ്പോഴാണ് തീ ആഡ് ചെയ്യണമെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മേ ലാത്തി തി, ഞാൻ കൊണ്ടുവരാറുണ്ടായിരുന്നു. നെക്സ്റ്റ് വഹ് ഖേൽതി തി, വഹ് അവൾ,
ഖേൽ എന്നുള്ളത് കളി, അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്തു? തീ ആഡ് ചെയ്തു, ഖേൽത്തി. ഇനി അവസാനിപ്പിക്കുമ്പോൾ ഥി, ഖേൽത്തി ഥി, അവൾ കളിക്കാറുണ്ടായിരുന്നു. നെക്സ്റ്റ് വഹ് ലാത്തി തി, അവൾ കൊണ്ടുവരാറുണ്ടായിരുന്നു. ഫോർമുല 3 നോക്കാം. വെർബിൻ്റെ കൂടെ, അതായത് പ്രവൃത്തിയുടെ കൂടെ പ്ലസ് തേ ആഡ് ചെയ്യുക. അതിൻ്റെ അവസാനിക്കുന്ന സമയത്ത് നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ ഹേ എന്ന് അവസാനിപ്പിക്കുന്നിടത്ത് എന്ത് ചേർക്കണം? തേ ആഡ് ചെയ്യണം. ഈ ഫോർമുല എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. എൽഡർ ആയിട്ടുള്ള മെയിൽ, അതായത് മുതിർന്ന ഒരു പുരുഷനെ കുറിച്ച് പറയുമ്പോഴാണ് ഈ ഫോർമുല ഉപയോഗിക്കുന്നത്. ഇത് എക്സാമ്പിളോട് കൂടി നോക്കാം, അപ്പോൾ ക്ലിയറായി മനസ്സിലാവും. വേ ഖേൽത്തേ ഥേ, വേ എന്നുള്ളത് അവർ, ഖേൽ എന്നുള്ളത് കളി, അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? തേ ആഡ് ചെയ്തു. അവർ എന്നതാണ് നമ്മളിവിടെ പറഞ്ഞത്, അപ്പോൾ തേ ആഡ് ചെയ്തു. ഹേ എന്ന് നമ്മൾ അവസാനിപ്പിക്കുന്നിടത്ത് തേ എന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേ ഖേൽത്തേ ഥേ. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് ഹം ലാത്തേ ഥേ. ഹം എന്നുള്ളത് ഞങ്ങൾ, ലാ എന്നാൽ കൊണ്ടുവരിക, ലാത്തേ ഥേ, ഞങ്ങൾ കൊണ്ടുവരാറുണ്ടായിരുന്നു. ഇനി പിതാജി ദേത്തേ ഥേ. ഇവിടെ പിതാജി എന്നുള്ളത് മുതിർന്നൊരു വ്യക്തി ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഥേ എന്ന് ആഡ് ചെയ്തിട്ട് ആണ് ഈ സെൻറ്റൻസ് മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിതാജി ദേത്തേ ഥേ, അച്ഛൻ കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ 3 ഫോർമുലകളും പഠിച്ചു കഴിഞ്ഞു. ഇനി റീക്യാപ്പ് പോലെ ഒന്നും കൂടി നോക്കാം. നമ്മളെക്കാളും ചെറിയ ആൺകുട്ടികളെ കുറിച്ച് പറയുമ്പോഴാണ് വെർബ്, അതായത് പ്രവൃത്തിയുടെ കൂടെ പ്ലസ് ത പ്ലസ് ഥ എന്ന് ചേർക്കുന്നത്. വലിയവരായ പുരുഷന്മാരെ കുറിച്ച് പറയുമ്പോൾ വെർബിൻ്റെ കൂടെ, അതായത് പ്രവൃത്തിയുടെ കൂടെ പ്ലസ് ഥേ പ്ലസ് തേ. ഈ ഫോർമുല തന്നെ ഒരുപാട് പേരെ കുറിച്ച് പറയുമ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യുക. വെർബിൻ്റെ കൂടെ, അതായത് പ്രവൃത്തിയുടെ കൂടെ പ്ലസ് ഥേ പ്ലസ് ഥേ. ഇനി ചെറിയ പെൺകുട്ടികൾക്കും അതുപോലെ വലിയവരായ സ്ത്രീകൾക്കും ഒരേപോലെ ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. വെർബിൻ്റെ കൂടെ, അതായത് പ്രവൃത്തിയുടെ കൂടെ പ്ലസ് തി പ്ലസ് ഥി. നിങ്ങൾക്ക് ഇത് നന്നായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമ്മൾ ഡെയിലി യൂസ് സെൻറ്റൻസ് നോക്കാം. അതായത് ഡെയിലി യൂസ് സെൻറ്റൻസിൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ സംസാരിക്കുന്നതെന്നുള്ളത് നമ്മൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, ഐ വർക്ക്ഡ് ഫ്രം ദ മോർണിംഗ്. ഞാൻ രാവിലെ മുതൽ ജോലി ചെയ്യുകയായിരുന്നു. ഇനി ഇതിൻ്റെ ഹിന്ദി മീനിങ് നോക്കാം. മേ സുബഹ് സേ കാം കർത്താ താ. ഇവിടെ മേ എന്നത് ഞാൻ, സുബഹ് എന്നുള്ളത് രാവിലെ, സുബഹ് സേ രാവിലെ മുതൽ, കാം എന്നുള്ളത് ജോലി, കർത്താ താ ഇതിൽ കർ എന്നുള്ളത് ചെയ്യ് എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ 2 താ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ആണാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാം. ഇതിലുള്ള പ്രവൃത്തി ഒരു പെൺകുട്ടി പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കാം. മേ സുബഹ് സേ കാം കർത്തി ഥി. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. ഐ റീഡ് ദിസ് ഇൻ ന്യൂസ് പേപ്പർ. ഞാനിത് പത്രത്തിൽ വായിക്കാറുണ്ടായിരുന്നു. ഇത് ഹിന്ദിയിൽ നമുക്ക് നോക്കാം. മേ ഇസേ അഖ്ബാർ മേ പഠിത്താ താ. മേ എന്നുള്ളത് ഞാൻ, ഇസേ ഇത്, അഖ്ബാർ ന്യൂസ് പേപ്പർ, അഖ്ബാർ മേ ന്യൂസ് പേപ്പറിൽ, പട് എന്നുള്ളത് ഇവിടെ ഒരു വെർബാണ്, അതിൻ്റെ കൂടെ 2 താ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഠിത്താ താ. അതുകൊണ്ട് തന്നെ ഇതൊരു ആണാണ് പറയുന്നത് നമുക്ക് മനസ്സിലായി. ഇനി ഒരു പെണ്ണ് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? മേ ഇസേ അഖ്ബാർ മേ പഠിത്തി ഥി. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. എസ്റ്റർഡേ ഐ വാസ് ഇൻ മുംബൈ. ഞാൻ ഇന്നലെ മുംബൈയിലായിരുന്നു. മേ കൽ മുംബൈ മേ ഥാ. മേ എന്നത് ഞാൻ, കൽ ഇന്നലെ, മുംബൈ മേ എൽ മുംബൈയിൽ, ഥ എന്നുള്ളത് ആയിരുന്നു. ഇതിലൊരു പ്രത്യേകത ഉണ്ട്, അതായത് ഇതിലൊരു പ്രവൃത്തി ഇല്ല അല്ലേ, അതുകൊണ്ട് തന്നെ ഈ ലാസ്റ്റിലാണ് ഥ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ആണാണ് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. മേ കൽ മുംബൈ മേ ഥ. ഇനി ഒരു പെണ്ണാണ് പറയുന്നതെങ്കിൽ മേ കൽ മുംബൈ മേ ഥി. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കുക. ഐ വാസ് നോട്ട് ഇൻ ഹോം. ഞാൻ വീട്ടിലില്ലായിരുന്നു. മേ ഘർ മേ നഹി താ.
മേ എന്നുള്ളത് ഞാൻ, ഘർ എന്നുള്ളത് വീട്, ഘർ മേ വീട്ടിൽ, നെഹി ഇല്ല, നെഹി ഥ എന്നുള്ളത് ഇല്ലായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ സെൻറ്റൻസ് പോലെ തന്നെയാണ് ഇവിടെയും, പ്രവൃത്തിയില്ല. അതുകൊണ്ട് ഇവിടെ ലാസ്റ്റിൽ ഥ വന്നത് കൊണ്ട് തന്നെ ഇതൊരു ആണാണ് പറയുന്നത്, മനസ്സിലായി. ഇനി ഇത് ഒരു പെണ്ണ് പറയുകയാണെങ്കിൽ മേ ഘർ മേ നെഹി ഥി, മേ ഘർ മേ നെഹി ഥി. ഇവിടെ നെഹി ഥ എന്ന് പറഞ്ഞ ഒരാണാണ് പറയുന്നത്, ഇല്ലായിരുന്നു എന്നുള്ളത്. ഒരു പെണ്ണാണ് പറയുന്നതെങ്കിൽ നെഹി ഥി. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. വേർ ഡിഡ് യു ലീവ്, നിങ്ങൾ എവിടെയാണ് താമസിച്ചിരുന്നത്. ആപ് കഹാ രഹത്തെ ഥേ, ആപ് എന്നുള്ളത് നിങ്ങൾ, കഹ എവിടെ, രഹത്തെ അതായത് താമസിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഥേ കൂടെ ചേർത്തിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു മുതിർന്നൊരു വ്യക്തിയോടാണ് ചോദിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് ഫ്രണ്ടിനോടാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മളെങ്ങനെ ചോദിക്കും, തും കഹാ രഹത്താ താ. ഇപ്പോൾ നേരത്തെ നമ്മൾ രഹത്തെ തേ എന്ന് നമ്മൾ പറഞ്ഞു, ഇവിടെ രഹത്താ ഥ. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. ദി ഏറ്റ് പിസ്സ ഡെയിലി, അവൻ എല്ലാ ദിവസവും പിസ്സ കഴിക്കുമായിരുന്നു. വേ റോസ് പിസ്സ ഖാത്തേ ഥേ, വേ എന്നത് അവർ, ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് വേ ഉപയോഗിക്കുന്നത്. റോസ് ദിവസവും, പിസ്സ പിസ്സ, ഖ എന്നുള്ളതാണ് ഇവിടെ വെർബ്. ഇവിടെ ഥേ എന്ന് ചേർത്തിരിക്കുന്നത് ഒരുപാട് പേരുള്ളത് കൊണ്ടാണ് വെർബിൻ്റെ കൂടെ ഥേ ആഡ് ചെയ്തിട്ടുള്ളത്. അവസാനത്തിൽ നമ്മൾ ഥേ എന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട്. വേ റോസ് പിസ്സ ഖാത്തേ ഥേ. നെക്സ്റ്റ് വൺ, ഷീ വെയിറ്റഡ് ഫോർ യു, അവൾ നിങ്ങൾക്കായി കാത്തിരുന്നു. ഇനി ഇത് ഹിന്ദിയിൽ പറഞ്ഞു നോക്കാം. വഹ് തുമാരേ ലിയേ ഇന്തസാർ കർത്തി തി, വഹ് എന്നുള്ളത് അവൾ, തുമാരേ നിങ്ങൾക്ക്, ലിയേ നിങ്ങൾക്ക് വേണ്ടി, ഇന്തസാർ വെയിറ്റ് ചെയ്യുക, കർത്തി തി വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം വരിക. ഇവിടെ 2 തീ വന്നതുകൊണ്ട് തന്നെ ഇതൊരു പെൺകുട്ടിയാണ് പറയുന്നതെന്ന് മനസ്സിലാകും. സോ ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ നമ്മൾ നോക്കേണ്ട ടോപ്പിക്ക് കഴിഞ്ഞു. ഈ വീഡിയോകളെല്ലാം തന്നെ റിപ്പീറ്റായിട്ട് കാണുക, അപ്പോൾ നിങ്ങൾക്ക് നന്നായി മനസ്സിൽ പതിയും, ഹിന്ദി സംസാരിക്കാൻ എളുപ്പമാവുകയും ചെയ്യും. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ 10 ക്ലാസ്സായിട്ടാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ പകുതി കോൺസെപ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ബാക്കിയുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.